ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായില്ലേ. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ 10th ബർത്ത്ഡേ ആണ്. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ലെങ്തി വീഡിയോ ആണ് കേട്ടോ. കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിയെങ്കിലും എല്ലാ മൊമെൻറ്റ്സും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലെങ്തി വീഡിയോ ആക്കേണ്ടി വന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിനെ എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. ഇപ്പോൾ സമയം രാവിലെ ഒരു 5 മണിയായിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പ് കാരണം എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എണീറ്റു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ പുറത്തൊന്ന് പോയി നോക്കി, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വാതിലൊക്കെ തുറന്ന് പുറത്ത് പോയി നോക്കിയപ്പോൾ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. തലേന്ന് നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ മൂടി കെട്ടിയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. ചില വീടുകളിൽ മാത്രം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നിന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പിറന്നാളായതുകൊണ്ട് തന്നെ കുളിച്ചതിന് ശേഷം വേണമല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ അതങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ബ്രഷിങ്ങും അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ പൂജാ റൂമിൽ പോയിട്ട് വിളക്ക് വയ്ക്കാം. ഇപ്പോൾ കുഞ്ഞിൻ്റെ പിറന്നാൾ ദിവസം സ്പെഷ്യൽ ഡേ ആണല്ലോ. പൂജാ റൂമൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം വിളക്കൊക്കെ വെച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറന്നാളാണെങ്കിലും ഇന്ന് കുഞ്ഞിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഷടപടേ എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കി. അപ്പോൾ അത്യാവശ്യം നേരൊക്കെ വെളുത്ത് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അവൾക്ക് സ്കൂളിൽ പോണേക്കാൾ മുന്നേ പിറന്നാളായിട്ട് അവൾക്കൊരു സദ്യ വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ വലിയ ആഡംബരമായിട്ടുള്ള സദ്യ അല്ല കേട്ടോ, ഒരു കുട്ടി സദ്യ. അപ്പോൾ ഇതൊരു കുക്കിംഗ് വ്ലോഗ് അല്ലാത്തതുകൊണ്ട് തന്നെ സദ്യയും കാര്യങ്ങളും എങ്ങനെയെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ സാമ്പാറും കാര്യങ്ങളും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഷടപടേന്നായിരുന്നു കേട്ടോ. പിന്നെ കാളൻ, അതുപോലെ മാങ്ങച്ചാറ്, പുളിയിഞ്ചി, എന്നോട് കുറച്ച് മെനു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ്. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള കാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് കുഞ്ഞു സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഓരോന്നാക്കിയിട്ട് ഞാൻ 2 അടുപ്പത്തും വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസം ഞാൻ അടുപ്പത്ത് വെച്ചു. അതിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ പോയി നമ്മുടെ കുഞ്ഞിനെ ഉണർത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞൻ നല്ല ഉറക്കത്തിലാണ്, നല്ല തണുപ്പത്ത് മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ വിളിക്കാനൊന്നും തോന്നില്ല കേട്ടോ, പിന്നെ ക്ലാസ്സിലൊക്കെ പോവണ്ടേ. അപ്പം ഞാൻ പോയി കുഞ്ഞനെ വിളിച്ചു. എത്ര പെട്ടെന്നാണ് നമ്മുടെ മക്കളൊക്കെ വളർന്ന് വലുതാവുന്നത്. എനിക്കിപ്പോഴും അവളെ ലേബർ റൂമിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് കാണിച്ചു തന്ന ആ ഒരു രൂപമാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. 10 വർഷമൊക്കെ എത്രയോ പെട്ടെന്ന് കഴിഞ്ഞ ഒരു അങ്ങനത്തെ ഒരു ചിന്തയാണ് കേട്ടോ. പെട്ടെന്ന് വളർന്ന് വലുതായി ഇത്ര വയസ്സായി എന്നൊക്കെ നമുക്ക് എനിക്കെന്നല്ല, എല്ലാ അമ്മമാരും അങ്ങനെ ആവില്ലേ, നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ എണീപ്പിച്ച ഉടനെ തന്നെ ഞാൻ ഇന്നലെ നൈറ്റ് അവളെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ അവളെ വിഷ് ചെയ്തു. സ്കൂളിൽ പോകാൻ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് കേട്ടോ കുഞ്ഞൻ. കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും ചോക്ലേറ്റ് കൊടുക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലാണ്. വിളിച്ചിട്ട് ഞാൻ പോന്നപ്പോൾ അവൾ പിന്നെ അവിടെ കിടന്നു കേട്ടോ. കാരണം നല്ല തണുപ്പാണ്, നമുക്കാണെങ്കിലും പിന്നെയും കിടന്നുറങ്ങാൻ തോന്നും. വീണ്ടും വന്ന് വിളിച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഈ കാണിക്കണത്. അപ്പോൾ രാവിലെ എണീക്കാൻ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എണീക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എണീറ്റിട്ട് ഇതേ പുറത്ത് പോയി നിൽക്കുന്നു. എൻ്റെ അതേ ശീലമാണ് കേട്ടോ അവൾക്കും. കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞാൻ ടൈമില്ല, വേഗം പോയി ബ്രഷ് ചെയ്യുമെന്ന് പറഞ്ഞ് വിട്ടു. ഇത് അവളുടെ വല്യമ്മ നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അവൾക്ക് പിറന്നാളിന് വേണ്ടി അയച്ചു കൊടുത്തതാണ് കേട്ടോ. അതായത് എൻ്റെ 4ാമത്തെ സിസ്റ്ററാണ്. അവളുടെ ഉണ്ണി വല്യമ്മയുടെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ അത്. അവൾക്കും പട്ടുപാവാട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് കൈ കൊടുത്തു. പിന്നെ കുഞ്ഞന് ഈ ട്രഡീഷണൽ ഡ്രസ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ടൈമില്ല, കാരണം ടൈം പൊക്കോട്ടേ ഇരിക്കുകയാണ്. അവൾക്ക് 8 മണിയാകുമ്പോഴേക്കും സ്കൂളിലും എത്തണം. അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ കുളിച്ച് വന്നിട്ട് ദേ മുടിയൊക്കെ ഉണക്കുന്ന തിരക്കിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞൻ. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ബാക്കി പരിപാടികളോട് ചെയ്തു. പിന്നെ നമ്മുടെ നാട്ടിലെ പപ്പടം എനിക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ അപ്പളം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പക്ഷേ ഈ ഒരു സാധനത്തിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ല. നമ്മുടെ നാട്ടിലെ പപ്പടത്തിനെ പോലെ ഇതങ്ങനെ പൊള്ളച്ച് നല്ല ഭംഗിയിൽ വരുമൊന്നുമില്ല കേട്ടോ. ഇത് വേറൊരു ടേസ്റ്റാണ്. പപ്പടത്തിന് പകരം നമുക്ക് യൂസ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പൊള്ളക്കില്ല, ജസ്റ്റ് ഇങ്ങനെ വറുത്ത മാതിരി നമ്മൾ ഇങ്ങനെ
കൊണ്ടാട്ടമല്ല, നമ്മളിങ്ങനത്തെ പപ്പടങ്ങളൊക്കെ കുട്ടികൾക്ക് വാങ്ങി വറുത്ത് കൊടുക്കില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞിനൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ മുടി എത്ര കെട്ട് കളഞ്ഞാലും പിന്നെയും നമ്മൾ ജസ്റ്റ് കെട്ട് കളഞ്ഞ് അവിടെ ഇട്ടിട്ട് 2 തിരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വന്നാൽ അപ്പോഴും കെട്ടായിട്ടുണ്ടാവും കേട്ടോ. ഒരു ഭയങ്കരമായ ചുരുണ്ട മുടിയായ കാരണം കൊണ്ട് അത് പെട്ടെന്ന് കെട്ടുപിടിക്കും. ഞാനും കുഞ്ഞിനും ഏറ്റവും കൂടുതൽ രാവിലെ സ്കൂളിൽ പോണ സമയത്ത് തല്ല് കൂടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മുടികെട്ടലാണ് കേട്ടോ. ഇന്നിപ്പോൾ നോർമലായിട്ട് കെട്ടിയാൽ മതി, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ 2 പുറം മടക്കിയിട്ടൊക്കെ കെട്ടണമല്ലോ. അതിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ വഴക്കിടാറ് കേട്ടോ. പട്ടുപാവാട ഇടുമ്പോൾ കുഞ്ഞിനെ മുടി അഴിച്ചിടണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഞാൻ സ്കൂളിലോട്ട് മുടി അഴിച്ചിടാൻ സമ്മതിക്കാറില്ല. ഒന്നില്ലെങ്കിൽ പോണിടൈൽ അല്ലെങ്കിൽ മുടി മെടഞ്ഞിടുക അങ്ങനെയൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പം ഇന്നാൾ ഭയങ്കര ഹാപ്പിയാണ്, മുടിയൊക്കെ കഴിച്ചിട്ട് പോവാമല്ലോ. അതുപോലെ മുല്ലപ്പൂവ് നിർബന്ധമാണ്. അത് ട്രഡീഷണൽ ഡ്രസ്സാണെങ്കിൽ അവൾക്ക് മുല്ലപ്പൂവ് എത്ര കിട്ടിയാലും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് മുടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊടുത്ത് അവളുടെ ഇഷ്ടത്തിനാണ് ഇന്ന് അവളെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങി പോവും. വൈകുന്നേരം വരുമ്പോഴേക്കും എന്താ കോലെന്ന് കണ്ടറിയാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് മുടിയൊക്കെ കെട്ടി പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചെറിയ മേക്കപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറുതായി ചെയ്ത് മൊത്തം സെറ്റാക്കിട്ടോ. അപ്പോഴേക്കും എൻ്റെ പായസമൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അടപ്രഥമനായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊരു മഠത്തിൻ്റെ ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടെ അധികം കാര്യമായി തോന്നെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി തൊഴുത് വന്നു. അപ്പോൾ ഇത് നമ്മൾ പ്രദക്ഷിണം വെക്കുകയാണ് കേട്ടോ. ഇവിടത്തൊക്കെ അമ്പലങ്ങൾ എന്ന് പറയണത് ഇങ്ങനെയാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള അമ്പലങ്ങളാണ് കേട്ടോ. നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആവുമോ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല കേട്ടോ. എനിക്ക് നാട്ടിലെ അമ്പലങ്ങളിൽ പോകുന്നൊരു ഫീൽ ഇവിടെ പോകുമ്പോൾ കിട്ടാറില്ല. പക്ഷെ നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ ഇവിടെ വന്നിട്ട്, ഇവിടെയെന്നല്ല ഈ ബാംഗ്ലൂരിലുള്ള മറ്റ് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം കേട്ടോ. നാട്ടിലെ ഫീൽ കിട്ടാറേ ഇല്ല. അങ്ങനെ അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ കുഞ്ഞിന് വിളക്കത്ത് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അരിയും പൂവൊക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കണത്. കുഞ്ഞിന് നല്ല ആയുസ്സും ആരോഗ്യവും ബുദ്ധിയൊക്കെ കൊടുക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് അവൾക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഈ സദ്യ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുളിയിഞ്ചി, അച്ചാർ, അവിയൽ, കാളൻ, ഉപ്പേരി, പപ്പടം, സാമ്പാർ ഇതൊക്കെ വേണമെന്നാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പായസം നല്ല ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞാ നേരം വൈകി വേഗം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാവത്തിന് നേരം പോലെ അവൾക്ക് ആണെങ്കിൽ ഭക്ഷണം ആസ്വദിച്ചിരുന്ന് കഴിക്കണം, അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. വേറൊന്നുമല്ല, ഇവർക്ക് അസംബ്ലിയിലൊക്കെ ഇവരുടെ ബർത്ത്ഡേ അനൗൺസ് ചെയ്യുക, അതുപോലെ വിഷ് ചെയ്യുക, ക്ലാപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ ഭയങ്കര ബർത്ത്ഡേ ഗേളിന് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. എന്താ പറയുക, അവരെ പ്രത്യേകമായിട്ടുള്ള വിഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലാത്ത സമയത്തായിരുന്നു എൻ്റെ പിറന്നാൾ കേട്ടോ. അപ്പോൾ എന്നോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. പിന്നെ അസംബ്ലിക്ക് കുട്ടികളൊക്കെ നിൽക്കുന്ന സമയത്ത് ഓടി പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെയും വന്ന് എനിക്കൊരു ഉമ്മയൊക്കെ തന്ന് ആൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കൈ കൊണ്ട് കാണിക്കും, അപ്പോൾ അമ്മ ഇവിടെ നിൽക്കണം, അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ അസംബ്ലിക്ക് കുട്ടികളൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ അവിടെ നിൽക്കുന്നുണ്ട്, വേറൊരു പെൺകുട്ടിയും കൂടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെയും ബർത്ത്ഡേ ആണ് തോന്നുന്നു കേട്ടോ. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് തന്നെ അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അവരൊരു ബർത്ത്ഡേ സോങ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതവിടെ മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ക്ലാപ്പ് ചെയ്യുന്നതൊക്കെ ബർത്ത്ഡേക്ക് ഓരോ കുട്ടികളെയും വിളിച്ചിട്ട് പേരും കാര്യങ്ങളൊക്കെ വിളിച്ച് വിഷ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ക്ലാപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാനത് മ്യൂട്ട് ചെയ്തതിൻ്റെ കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്നാണ്. ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു സോങ് അവർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എനിക്ക് ടാറ്റ തന്നിട്ട് അങ്ങനെ ഞാൻ
വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടോ. വീട്ടിൽ വലിയൊരു യുദ്ധം കഴിഞ്ഞ അവസ്ഥയിലായിരുന്നേ. ദേ ടേബിളിൻ്റെ മേലെ എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് എടുത്ത് വെക്കാനുള്ള ടൈം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റൂമിലാണെങ്കിൽ കുഞ്ഞിനെ ഒരുക്കിയതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ കിച്ചണിലെ കാര്യം പിന്നെ പറയേ വേണ്ട. മൊത്തത്തിൽ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വീട് ക്ലീനായി കിടന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വലിയ എന്തോ പ്രശ്നം മാതിരിയാണ് കേട്ടോ എൻ്റെ മൈൻഡിൽ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അതൊന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ വേറെ എന്ത് പണികളുണ്ടെങ്കിലും ഭയങ്കര സിമ്പിളാണ് കേട്ടോ എനിക്ക്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് പോയി ചെയ്ത് ദേ ഇതുപോലെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര സമാധാനമാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഓക്കെയാണ് കേട്ടോ. റൂമിൽ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കിടക്കണത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ 10ാം പിറന്നാളായതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കുഞ്ഞിനൊരു 10 ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല കേട്ടോ. അവൾക്ക് കുറച്ച് യൂസ്ഫുള്ളായതും അവൾക്ക് ഇഷ്ടമുള്ളതുമായിട്ടുള്ളൊരു 10 ഐറ്റംസ് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അവൾക്ക് അറിയണ കാര്യങ്ങളല്ല കേട്ടോ. അവൾക്കൊരു കേക്ക് ഞാൻ വാങ്ങിക്കുന്നുണ്ടാവും എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല എന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ബാഗാണ് കേട്ടോ. ഒരു സൈഡ് ബാഗ് മാതിരി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കുഞ്ഞിന് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു റാബിറ്റാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഭയങ്കരമായ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതെ ഇതുപോലൊരു ഇത്ര പോകുന്ന ഒരു കുഞ്ഞ് അറയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫോണ്, ചാർജർ അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. ക്യാഷും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഒരു ബാഗാണ്. പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തായാലും അവൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു ബാഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ബാഗാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ പിറന്നാളിൻ്റെ ഒരു ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയാമല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. പിന്നെ രണ്ടാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഒരെണ്ണമല്ല കേട്ടോ, 2 കീ ചെയിനാണ്. അപ്പോൾ അത് ഇതുപോലെ ഇതാണ് കേട്ടോ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാവ എന്ന് പറയണത്. പിന്നെ ദേ ഈ ഒരു കീ ചെയിനും, ഇത് രണ്ടും കീ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഈ കീ ചെയിന് ഒരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏട്ടനും ഞാനും കുഞ്ഞിനും കൂടെ ഒരു പ്രാവശ്യം ഗുരുവായൂർ പോയ സമയത്ത് ഇതുപോലത്തെ ഒരു കീ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ അവൾക്ക് കൊടുക്കാതെ ഞാൻ എൻ്റെ ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു കീ ചെയിൻ വാങ്ങി. പിന്നെ ഈ ഒരു പാവയ്ക്ക് കണ്ടോ ഇങ്ങനെ കയ്യും കാലൊക്കെ ഇങ്ങനെ ഇളക്കാൻ പറ്റും. കയ്യും കാലും തലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. കാണാനും നല്ല ക്യൂട്ടാണ്. നല്ല മുടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് കുഞ്ഞിൻ്റെ രണ്ടാമത്തെ ഗിഫ്റ്റ് കേട്ടോ. മൂന്നാമത്തത് ഇതുപോലത്തെ ഒരു 2 ബ്രേസ്ലെറ്റ് വാങ്ങി. അവൾക്ക് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇത് നമുക്ക് എല്ലാ ഡ്രസ്സിലോട്ടും ഇടാൻ പറ്റുന്നതാണ്. നല്ല ഒരു ബ്രേസ്ലെറ്റാണ്. പിന്നെ ഇതുപോലൊരു പേർപ്പിൾ കളറും അതിലൊരു ഡക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് ഡക്കൊക്കെ ഡക്ക് തന്നെയല്ലേ ആണ് തോന്നുന്നു, അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു 2 ബ്രേസ്ലെറ്റ് വാങ്ങി. ഇതായിരുന്നു കുഞ്ഞിൻ്റെ മൂന്നാമത്തെ ഗിഫ്റ്റ് കേട്ടോ. നാലാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഐറ്റംസിനോട് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ലേസർ പെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പേനയും കൊണ്ട് അങ്ങനെ കയ്യിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ എന്താ എഴുതാമെന്നാണ് കേട്ടോ ഞാനിങ്ങനെ ആലോചിക്കണത്. അങ്ങനെ അവസാനം ഞാനൊരു സംഭവം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് നോക്കിയാലും ഇത് കാണില്ല. പിന്നെ ഈ ഒരു പേനയുടെ അറ്റത്തായിട്ട് തന്നെ ഒരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റല്ല, ലേസർ എന്തോ ആണ് കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അത് നമ്മളിങ്ങനെ കത്തിച്ച് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത് എന്ന് കാണും കേട്ടോ. അപ്പോൾ അതായിരുന്നു കുഞ്ഞിൻ്റെ നാലാമത്തെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്, അതുപോലെ കുറച്ച് സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മുടെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും അവൾ പ്രതീക്ഷിക്കുക പോലും ഇല്ല കേട്ടോ, ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങിക്കുന്നുള്ളത്. കാരണം ഇതിനൊന്നും ഞാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ഇതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരിതാണ്. അപ്പോൾ ഇത് പാക്ക് ഓഫ് 2 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. വാങ്ങിച്ചിട്ട് ഇങ്ങനെ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് അവളുടെ 5ാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു നോവലാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ നോവലൊക്കെ വായിക്കുന്ന ഒരു ശീലം ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു നോവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 6ാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് അഡൾട്ട്സിൻ്റെ ആണെങ്കിൽ പോലും അവൾക്ക് ഇങ്ങനത്തെ ചിത്രങ്ങളിൽ കളർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ 7ാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ പേനകളാണ്. ഇതുപോലത്തെ പേനകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഈ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അണ്ടർലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനത് അങ്ങനെ നോക്കിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം
അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ എന്നോടിത് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ കാർട്ടൂണും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ കാണുമ്പോൾ ആളിരുന്ന് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. 8ാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫാൻസിയുടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വാച്ചായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം തന്നെ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വാച്ചാണ്. ഇതിപ്പോൾ നമ്മുടെ കുഞ്ഞിന് സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും അവൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 9th ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര സ്പെഷ്യലാവും. കാരണം ഞാനിത് മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. 48 പീസാണ്. ഒരു സ്കെച്ച് അതുപോലെ തന്നെ ബ്രഷും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ബ്രഷും അതുപോലെ അതിൻ്റെ അപ്പുറത്തെ വശത്ത് സ്കെച്ചുമാണ് കേട്ടോ. ഇത് കുഞ്ഞിന് ഒരുപാട് യൂസ്ഫുൾ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രൊജക്റ്റ് വർക്കുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എത്ര കിട്ടിയാലും മതിയാവാത്തൊരു ഇതാണ്. അതുപോലെ തന്നെ ഇതിൽ വെറൈറ്റീസ് ഓഫ് കളേഴ്സാണ് കേട്ടോ. നമ്മൾ നോർമൽ സ്കെച്ചിൽ വാങ്ങുന്നതിൻ്റെ ഒരുപാട് വേറെ വേറെ കളേഴ്സാണ്. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഭയങ്കരമായ സർപ്രൈസും ഭയങ്കര സന്തോഷം കൊടുക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഷുവറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതായിരുന്നു 9ാമത്തെ ഗിഫ്റ്റ്. 10ാമത്തെ ഗിഫ്റ്റ് നമ്മുടെ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഒന്ന് റാപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗിഫ്റ്റ് കവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വളരെ മോശമായിട്ടുള്ള റാപ്പിംഗ് ആവട്ടെ എൻ്റേത്. കാരണം ശരിക്കത് പാക്ക് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ബാഗ്, ഈ റാബിറ്റിൻ്റെ ബാഗാണ് കേട്ടോ പാക്ക് ചെയ്യാൻ പോയത്. അപ്പോൾ അത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് പാക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി ഇതെന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാമറ ഓഫ് ചെയ്തിട്ട് ചെയ്യാം, അതാണ് ബെസ്റ്റ് എന്ന്. അപ്പോൾ ഞാനത് പാക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ ദേ സക്സസ്ഫുള്ളി ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഹൈഡ് ചെയ്തിട്ട് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ട്രഷർ ഹണ്ടാണ്. അതായത് നമ്മൾ കുഞ്ഞിന് ഒരു ഹിൻഡ് കുഞ്ഞൻ വരുമ്പോൾ കൊടുക്കും. അതായത് ഇതുപോലത്തെ സ്റ്റിക്കി നോട്ടിൽ ഞാനൊരു ഹിൻഡ് കൊടുക്കും. ആ ഹിൻഡ് വെച്ചിട്ട് അത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്പോട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് അവളവിടെ പോയി തിരയുമ്പോൾ നെക്സ്റ്റ് ഗിഫ്റ്റ് അവിടെ എവിടെയെങ്കിലും ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് കേട്ടോ. അപ്പോൾ അതാണ് ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇനി അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു സ്റ്റിക്കി നോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ എനിക്കും കുഞ്ഞിന് തന്നെ കുറച്ച് സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടും പിന്നെ ഈ വീട്ടിലുള്ള ഓരോ സ്ഥലങ്ങൾ വെച്ചിട്ടും ഞാൻ അതിലെന്തെങ്കിലുമൊക്കെ ഹിൻഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ഹിൻഡുകളും കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഹിൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഉള്ളത് ന്യൂ ഡ്രസ്സസ് എന്നാണ്. അപ്പോൾ ന്യൂ ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ തന്നെ അത് എവിടെയാണ് എന്നുള്ളത് അവൾക്കൊരു ഇത് കിട്ടും. പിന്നെ ഫേവറേറ്റ് സ്പോട്ട് അങ്ങനെ കുറച്ച് ഹിൻഡുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാൻ ഓരോരോ സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം കാണാം. അങ്ങനെ സക്സസ്ഫുള്ളി എല്ലാം ഞാൻ ഹൈഡാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കേക്ക് കട്ടിങ്ങിനായിട്ട് അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹാളിൽ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നോക്കാം അല്ലേ. അപ്പോൾ ദേ ഈ ഒരു സ്പോട്ടിലാണ് ഞാൻ കേക്ക് കട്ടിങ്ങിന് വേണ്ടി സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടേബിൾ നമുക്കൊരു തടസ്സമാണ്. ഈ ടേബിൾ നമുക്ക് മടക്കി വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ ഒരു ചുമരുമ്മ സ്ക്രൂ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ടേബിൾ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഈ ഒരു ടേബിളൊന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇഷ്ടപടേ പറഞ്ഞ് സെറ്റാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടേബിളിൻ്റെ മേലുള്ള ലാപ്പും അതുപോലെ തന്നെ ട്രേയും കാര്യങ്ങളൊക്കെ മാറ്റി അവിടെയുള്ള ചെയറും കാര്യങ്ങളൊക്കെ മാറ്റി. പിന്നെ ഇത് തനിച്ച് ചെയ്യാമെന്ന് പറയണത് കുറച്ച് വെയിറ്റുള്ള സാധനമാണ്. പക്ഷേ അങ്ങനെ അതും മടക്കി വെച്ചു. അതിനുശേഷം എൻ്റെ കയ്യിലൊരു നെറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ ഒരു കർട്ടൻ്റെ മേലെ ആ ഒരു നെറ്റൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് ബാനറൊക്കെ തൂക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബാനറൊക്കെ ഇതുപോലെ പീസായിട്ടായിരുന്നേ. പിന്നെ പെട്ടെന്ന് ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. ഒരു ത്രെഡ് അതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ത്രെഡിൽ ഇതുപോലെ ഹാപ്പിയെന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ബർത്ത്ഡേ എന്നൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന്
പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാപ്ലർ കൊണ്ട് പിൻ ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഹാപ്പി ചെരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുറേ നേരം ഞാൻ അതിൻ്റെ പിന്നാലെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരാൾ പറഞ്ഞു തരാനും ഇല്ലല്ലോ. അപ്പോൾ നമ്മളവിടെ അത് സ്റ്റാപ്ലർ ചെയ്താലും അത് ശരിയായില്ലെങ്കിൽ വീണ്ടും വന്ന് എടുത്ത് മാറ്റേണ്ട അവസ്ഥയ്ക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റാക്കി. പിന്നെ 10 എന്നുള്ളൊരു കുഞ്ഞു ഇതുപോലത്തെ ഒരു ബലൂൺ മാതിരി ഉണ്ടായിരുന്നു, അതൊന്ന് സെറ്റാക്കിയിട്ട് അതും അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞാൻ ക്യാമറയിൽ പോയി നോക്കിയപ്പോൾ പിന്നെയും എന്തൊക്കെയോ ചേരുവയും കാര്യങ്ങളൊക്കെ കണ്ടു. അവസാനം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി സെറ്റാക്കി. അതിനുശേഷം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ബലൂൺ വീർപ്പിക്കാനായിരുന്നു. അപ്പോൾ ഈ ഒരു പമ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് വീർപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ടേ പറഞ്ഞിട്ട് ബലൂൺ പൊട്ടിയതാണ് കണ്ടത്. ഞാനൊന്ന് പേടിച്ചു പോയി കേട്ടോ. പക്ഷേ ഈ പമ്പ് അത്ര സുഖമുള്ള സംഭവമൊന്നുമല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഊതി വീർപ്പിക്കുന്നതിനൊക്കെ ബെറ്ററാണ്. അപ്പോൾ ഓരോ ബലൂൺ ഞാൻ വീർത്ത് വെക്കുമ്പോഴും അത് പറഞ്ഞ് പൊട്ടിപ്പോവുകയാണ് കേട്ടോ. കുറേ ഞാൻ പേടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കണത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞൻ ഏകദേശം വരേണ്ട ടൈമായി. അതിനു മുന്നേ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ. അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്, സമയം വരുന്നുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുറേ പൊട്ടി ചീറ്റിയിട്ടൊക്കെ ഒരുപാട് വിയർത്തൊലിച്ച് ഞാൻ ബലൂണൊക്കെ സെറ്റാക്കി. ഇതുപോലെ അതും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് ബലൂണ് കൂട്ടിയിട്ടൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ എങ്ങനെയൊക്കെയോ അത് ഞാനവിടെ സെറ്റാക്കി വെച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ലൈറ്റ് ഞാൻ ഇട്ടിട്ടില്ല എന്ന്. ഇതിൻ്റെ അടിയിൽ കൂടെ വേണമല്ലോ ഇനി ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഞാൻ വീഡിയോ എടുത്തില്ല. എങ്ങനെയൊക്കെയോ അതും ഞാൻ സെറ്റാക്കിയിട്ട് നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് വിളി കേൾക്കണത് കേട്ടോ. അവൾ എപ്പോഴും വരുമ്പോൾ അമ്മ എന്ന് വിളിച്ചിട്ടാണ് വരിക. അപ്പോൾ വരണ വരവാണ്. രാവിലെ ഞാൻ ഇത്ര സുന്ദരിയാക്കിയിട്ട് വിട്ട എൻ്റെ മോളാണെന്നറിയും. ഇപ്പോൾ വരുന്ന കോലം കണ്ടില്ലേ. അപ്പോൾ ഇന്ന് PT പീരീഡും യോഗ പീരീഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ ആയില്ലെങ്കിലേ അതിശയമുള്ളൂ. വന്ന ഉടനെ അവൾ പോയി നോക്കിയപ്പോൾ അവളാകെ ഞെട്ടിയിട്ടോ. കാരണം ഇതും അവൾക്കൊരു സർപ്രൈസ്ഡ് ആയിരുന്നു. ഇതൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ വാങ്ങിയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ ആയി. എന്നെ വന്ന് കെട്ടിപ്പിടിയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ സമയം ഒട്ടും വൈകിച്ചില്ല കേട്ടോ ട്രഷർ ഹണ്ട് തുടങ്ങി. കാരണം കുഞ്ഞൻ ഇവിടെ എവിടെയെങ്കിലും നോക്കിയ ഗിഫ്റ്റൊക്കെ കിട്ടുന്നുള്ളതുകൊണ്ട്. അപ്പം ഞാൻ ആദ്യം അവൾക്കൊരു ഹിൻഡ് കൊടുത്തു. അവർ എൻ്റർടൈൻമെൻറ്റ് എന്നായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ഞങ്ങൾ ലാപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ബാക്കിൽ തന്നെ അവൾക്ക് ഗിഫ്റ്റ് കിട്ടി. അതിലുണ്ടായിരുന്ന ക്ലൂ എന്ന് പറയുന്നത് ഹോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ ലൈസർ പെന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആവുമെന്ന് എനിക്ക് മുന്നേ അറിയാമായിരുന്നു കേട്ടോ. ആ ചിരിയാണ് മുഖത്ത് കാണുന്നത്. പിന്നെ ഏട്ടൻ വീഡിയോ കോളിൽ ലാപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അച്ഛനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാനതൊന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്ത സന്തോഷത്തിൽ അച്ഛനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ഗിഫ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോട്ട് എന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത്. ഹോട്ട് എന്ന് പറയുമ്പോൾ കിച്ചൺ ഏരിയയ്ക്കാണ് നമ്മൾ പോവുക കേട്ടോ. കാരണം ചൂടുള്ള ഐറ്റംസ് അവിടെയാണല്ലോ. ഒട്ടും സംശയമില്ലാതെ കുഞ്ഞൻ ഓടിപ്പോയത് ഓവനിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ അവൾക്ക് ഗിഫ്റ്റ് കിട്ടി. ഇതിൽ നമ്മുടെ ക്ലൂ ഇഡി സ്പോട്ടായിരുന്നു. പിന്നെ ഗിഫ്റ്റ് എന്താ എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു. കുറേ വലിച്ച് പറിച്ച് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. എൻ്റെ പാക്കിങ് അത്ര നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അവൾ കണ്ടത് പാവയുടെ കാലായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഭയങ്കര സർപ്രൈസായി. അങ്ങനെ ഒടുക്കം വലിച്ച് പറിച്ചെടുത്തിട്ട് 2 കീ ചെയിനിൽ 1 കീ ചെയിൻ കിട്ടി കേട്ടോ. അത് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി. പിന്നെ കത്രിക എടുക്കാൻ വേണ്ടി പോയി വീണ്ടും തിരിച്ച് വന്ന് വേണ്ട പറഞ്ഞ് വലിച്ച് പറിച്ച് പുറത്തെടുത്തു നമ്മുടെ ഡോളിനെ കേട്ടോ. അപ്പം അത് രണ്ടും ഭയങ്കര ഇഷ്ടമായി. അപ്പം തന്നെ ഞാൻ അവളോട് പറഞ്ഞു ഇഡി സ്പോട്ടാണെന്ന്. അത് അവൾക്ക് ഒരു സംശയമില്ല. കാരണം ഏറ്റവും കൂടുതൽ അവൾക്ക് ഇടി, അതായത് തല്ല് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഇത് കുഞ്ഞിൻ്റെ സ്റ്റഡി റൂമാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ എവിടെയാണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ക്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിനക്ക് ഭയങ്കര ഹോട്ടാണ്, ഇപ്പം ഭയങ്കര കൂളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അവൾ തിരഞ്ഞ് നോക്കി കേട്ടോ. പക്ഷെ അവൾക്ക് എവിടെ നിന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹോട്ടാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഏരിയയിലായിട്ട് കൂടുതലായിട്ടുള്ള തെരച്ചിൽ. പക്ഷെ വീണ്ടും കുറേ നേരം തിരയേണ്ടി വന്നു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ തിരച്ചിലിനൊടുവിൽ നമ്മുടെ കുഞ്ഞിന് ഗിഫ്റ്റ് കിട്ടി. അതിലുള്ള ക്ലൂ എന്ന് പറയുന്നത് ന്യൂ മെമ്പർ ആയിരുന്നേ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് തൊട്ടപ്പോൾ തന്നെ അവൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് അവൾക്കുള്ള ബ്രേസ്ലെറ്റ് ആണെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ബ്രേസ്ലെറ്റും ഭയങ്കര ഇഷ്ടമായി. കാരണം ഇങ്ങനത്തെ ബ്രേസ്ലെറ്റിനോട് ഇപ്പോൾ ഭയങ്കര എന്തോ ഒരു ക്രൈസാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലൂ വേഗം നോക്ക് പറഞ്ഞിട്ട് ന്യൂ മെമ്പർ കൊടുത്തു. അതൊട്ടും ഡൗട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിലെ ന്യൂ മെമ്പറാണ് കേട്ടോ കിങ്ങിണി. കിങ്ങിണിയുടെ പിന്നിലേ പോയി നോക്കിയപ്പോൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റിലുള്ള ക്ലൂ എന്ന് പറയുന്നത് ഫുഡായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് തൊട്ടപ്പോൾ ഇതെന്താ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അതെടുത്തു. അത് വാച്ചാന്ന്
കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ അത് വേഗം ഓപ്പൺ ആക്കി അത് കയ്യിലിടാനുള്ള ഒരു തരം തിരക്കായിരുന്നു കുഞ്ഞൻ. അങ്ങനെ അതൊക്കെ കയ്യിലിട്ടു. നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു അടുത്ത ക്ലൂ വേഗം പോയി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ക്ലൂ ഫുഡായിരുന്നല്ലോ. നേരെ കിച്ചണിലോട്ട് പോയത്. പിന്നെ നമ്മുടെ കിച്ചൺ ചെറുതായതുകൊണ്ട് കുറേ ഒന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിലുള്ള ക്ലൂ എന്ന് പറയുന്നത് ഫേവറേറ്റ് സ്പോട്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഇത് തുറക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഈ ഒരു സാധനം അവൾക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം തന്നെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. മുഖത്ത് കണ്ടില്ലേ ആ സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു ഇനി വേഗം അടുത്ത സ്പോട്ട് നോക്കിക്കോ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ 2 പേരുടെയും ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് ഇരുന്ന് വർത്താനം പറയുക, കിടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഇരുന്ന് വർത്താനം പറയുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ടും തിരയുന്നുണ്ട്. അപ്പോഴും ഞാൻ അവൾക്ക് ഹിൻഡ് കൊടുത്തു. കൂളാണ്, ഹോട്ടാണ്, അങ്ങനെയൊക്കെ ഞാൻ ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരുന്ന് പാത്രമൊക്കെ പോയി തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ, അതിലെന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ ഒടുക്കം ആ ഒരു ക്ലൂവും ആൾക്ക് കിട്ടി. അതിലുള്ള ഒരു ഹിൻഡ് എന്ന് പറയുന്നത് പീസ് സ്പോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഗിഫ്റ്റ് പിടിച്ച് നോക്കിയപ്പോഴേ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതൊരു ബുക്കാണെന്നുള്ളത്. അപ്പോൾ ബുക്ക് എന്താ എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം കളർ കൊടുക്കാമല്ലോ. എന്നിട്ട് ഇതേ അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പറഞ്ഞു അടുത്തത് നോക്ക്, സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്തായിട്ട് വരികയാണല്ലോ. അപ്പോൾ നമ്മുടെ പീസ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പൂജാ റൂമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ക്ലൂ എന്ന് പറയുന്നത് നോട്ട് വർക്കിംഗ് എന്നായിരുന്നേ. അപ്പോൾ ഞാൻ തന്നെ പാക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ അത് തുറക്കാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ അവൾ ഒരു ക്ഷമയില്ലാതെ പിച്ച് ചീന്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലുണ്ടായിരുന്നത് നമ്മുടെ കുഞ്ഞിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സൈഡ് ബാഗായിരുന്നു. അത് കണ്ടപ്പോഴേ അവൾക്ക് ഭയങ്കര ക്യൂട്ടമ്മ, നല്ല രസമുണ്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അപ്ലൈ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറേ അങ്ങനെ അമർത്തി നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സമയം കളയില്ല, നോട്ട് വർക്കിംഗ് ആണ് അടുത്തത്. ഈ നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ടി വിയാണ് കേട്ടോ. അതും അവൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത കുഞ്ഞൻ്റെ ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഹിൻഡ് എന്ന് പറയുന്നത് ന്യൂ ഡ്രസ്സസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് അവൾ ഇതാ വലിച്ച് പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സെലോ ടേപ്പ് കൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടൊക്കെയാണ് കേട്ടോ ചില ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പൊളിക്കാൻ നല്ല രീതിക്കുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല നവരസങ്ങൾ കൊണ്ടും കുഞ്ഞിനകത്ത് വലിച്ച് പറിച്ചെടുത്ത് നല്ല ബുക്കാണ്, ഞാൻ വായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ന്യൂ ഡ്രസ്സസ് ആണെന്ന് പറഞ്ഞു. നമ്മളെ ന്യൂ ഡ്രസ്സസൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുന്നത് കബോർഡിലായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അവൾ പോയി കബോർഡ് ഓപ്പൺ ആക്കി നോക്കി. പക്ഷേ ഞാനൊരു തുണിയുടെ മറവിൽ വെച്ചുകൊണ്ട് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കിട്ടി. അത് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അമ്മ അത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ ആയിരുന്നേ. ഇനിയുള്ള അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. കാരണം അവളത് അത്രയും ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നേ. ആ സാധനം കിട്ടിയപ്പോൾ അവളുടെ സന്തോഷം എത്ര സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പിറന്നാൾ കഴിഞ്ഞിട്ടും 2 ദിവസം അവൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കൊന്ന് ഉമ്മയൊക്കെ തന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയായിരുന്നു ഈ ഒരു ഗിഫ്റ്റിൽ സമ്മാനങ്ങളിൽ അവളുടെ ഫേവറേറ്റ് അതാണ്. അവസാനത്തെ ഗിഫ്റ്റ് കൂൾ, അതായത് നമ്മുടെ ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ കേക്ക് അവൾ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ ഡയറി മിൽക്ക് സിൽക്ക് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ അവൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ കേക്ക് ഓപ്പൺ ആക്കി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് കേക്ക് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് കേക്കായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാന്നൊക്കെ എഴുതിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അച്ഛനെയും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി. എന്നിട്ട് എനിക്ക് കുറേ ഉമ്മയൊക്കെ തന്നു കേട്ടോ. ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്, ഏട്ടനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് കുറേ മുന്നേ ഇങ്ങനെ ചിന്തിച്ച് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ട്രഷർ ഹണ്ട്. സന്തോഷമായോ? എത്ര സന്തോഷമായി? എന്താ പറയാനുള്ള ഈ അവസരത്തിൽ? എത്ര ഗിഫ്റ്റ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 ഏത് ഗിഫ്റ്റാ നല്ല ഇഷ്ടമായി? എന്താ? അപ്പം അത് ഇഷ്ടമായില്ലേ? അത്
കുഞ്ഞൻ ഹാപ്പി ആയപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ടോ. ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ മുതൽ ഈ പെടാപ്പാടൊക്കെ പെട്ടായിരുന്നു. അപ്പോൾ വീട് മൊത്തം വൃത്തികേടായി കിടക്കുകയാണ്. എനിക്കും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിൻ്റെ കേക്ക് കട്ടിങ്ങിന് കാണാം കേട്ടോ. അപ്പോൾ അതേ കേക്ക് കട്ടിങ് ആണ്. ഈ ഒരു വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഫോണിൽ ചാർജും കഴിഞ്ഞു, കറണ്ടും പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. അങ്ങനെ കുഞ്ഞെന്താ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പർ കേക്കായിരുന്നു. കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം അവൾ കൊടുത്തത് അവളുടെ അച്ഛനായിരുന്നു. ഏട്ടൻ വീഡിയോ കോളിലുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനൊരു പീസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പീസ് തന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിനൊരു പീസ് കൊടുത്തു. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ബെൽജിയം ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കൊക്കെ ഞങ്ങൾ താഴെ എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾ ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും കേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഭംഗിയാക്കി എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ കേക്ക് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നമ്മുടെ കുഞ്ഞിന് ഒരുപാട് എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ആ ടെൻഷനാണ് കേട്ടോ മുഖത്ത്. അങ്ങനെ ഞാൻ അവളെ സമാധാനിപ്പിച്ചു. അമ്മ കൂടെ ഇരിക്കാം, കുഴപ്പമില്ല, ലേറ്റായാലും നമുക്കത് തീർത്തിട്ട് കിടന്നുറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ആ സമാധാനത്തിലിരുന്ന് എഴുതുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ആക്കാം, പുറത്ത് പോയി കഴിക്കാമെന്നൊക്കെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്, എഴുതാനും കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൊമാറ്റോയിൽ നമ്മൾ 2 ബിരിയാണിയും അതുപോലെ തന്നെ അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ആളിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതാ പേടിച്ചിട്ട് തുള്ളിക്കളിച്ച് വരുന്ന രംഗമാണ്. ബിരിയാണി കണ്ട സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഒട്ടും ലേറ്റാക്കിയില്ല. നല്ല ചൂട് ബിരിയാണി അൽഫാമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചിട്ട് വേഗം ഇരുന്ന് കഴിച്ചു. കാരണം ഇനി 10-12 1 മണി വരെ ഇരിക്കേണ്ടതാണല്ലോ. അത്രത്തോളം കുഞ്ഞിന് എഴുതാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഒരു മൂവിയൊക്കെ വെച്ചിട്ട് അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ച്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ സമയം ഒരു 12 മണി ആയിട്ടോ. നമ്മുടെ കുഞ്ഞിൻ്റെ എഴുതലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെയും കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ ചെയ്തു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.